ഗായ്സ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ തായ്ലാൻഡിൽ നിന്ന് ഷോപ്പിംഗ് ചെയ്ത ക്രാഫ്റ്റ് ഐറ്റംസ് സ്റ്റേഷനറി സാധനങ്ങളൊക്കെ കാണിച്ചു തരാൻ പോവാണ് ഞാൻ നിങ്ങൾക്ക്. അപ്പോൾ ഞാനിപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചാണ് ഈ വീഡിയോ എടുക്കുന്നത്, ഫസ്റ്റത്തെ ക്ലിപ്പ്. പക്ഷേ ഇനി ഞാനിത് നിങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ കാണിച്ചു തരുന്ന സമയം ഞാൻ വേറെ ഒരു സ്ഥലത്ത് പോയിട്ടായിരിക്കും എടുക്കുന്നത്, കാരണം ഇവിടെ അധികം ലൈറ്റ് ഇല്ല. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് എന്താ പറയുക വീഡിയോയിലിട്ട് പോവാം. ഓക്കെ ഗൈസ്, ഈ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കാട്ടിത്തരാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വാങ്ങിയിട്ടുള്ള സാധനങ്ങളുടെ കവറ് കാട്ടിത്തരാം കേട്ടോ ഗൈസ്. അധികമൊന്നുമില്ല, ഇത്രയിലുണ്ട്. പിന്നെ രണ്ടെണ്ണം എൻ്റെ മടിയിൽ ഇരിക്കുന്നുണ്ട്, ഇതിനകത്ത് ചേരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ മടിയിൽ വെച്ചിട്ടുള്ളത്. നമുക്ക് ഓരോന്നോരോന്ന് കാട്ടാം. ഫസ്റ്റ് ഞാൻ കാട്ടുന്നത് ഞാൻ ലാസ്റ്റത്തെ ഡേ വാങ്ങിയൊരു സാധനമാണ്. ഇത് സ്റ്റേഷനറി അല്ല, ബട്ട് ഇതൊരു പാവയാണ്. ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും പാവയായിട്ടല്ല ഞാൻ വാങ്ങിയത്, കാരണം ഇത് ഇങ്ങനെ കയ്യിൽ ഇതേപോലെ ടൈ ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ സ്കെയിലില്ലേ, വളച്ച് വെക്കാൻ പറ്റുന്ന സ്കെയില്, അങ്ങനത്തെ ടൈപ്പ് ഒരു സാധനമാണ് ഇതിൻ്റെ ഉള്ളിൽ വച്ചിട്ടുള്ളത് അവർ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇവിടെ ഇങ്ങനെ കയറ്റി വെക്കാൻ പറ്റും കേട്ടോ ഗൈസ്, ഇങ്ങനെ. പിന്നെ അതുമല്ല, വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ ഒരു വാലുണ്ടല്ലോ, ഇതിൻ്റെ പുറകിലൊരു വള്ളിയുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കറങ്ങും, ഫാൻ പോലെ കറങ്ങും. അതാണ് ഈ ഒരു സാധനത്തിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 250 ആണ്. 250 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ വെച്ച് കൺവേർട്ട് ചെയ്യുമ്പോൾ 250 500 750 ആവും ഗൈസ്. 750 എന്നാണ് എനിക്ക് തോന്നണത്. 750 ആവും ഗൈസ്. ഓക്കെ, ഈ പാവയ്ക്ക് പക്ഷേ നല്ലൊരു പാവ, എനിക്ക് ഇഷ്ടമായിട്ടോ ഗൈസ് ഈ പാവ. ഇനി നമുക്ക് കൈ തന്നെ വെക്കാല്ലേ ഗൈസ്. അടുത്ത ഞാൻ കാട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടെ തായ്ലാൻഡ് അങ്ങനെ ക്യൂട്ടായിട്ടുള്ള സ്റ്റേഷനറീസ് ഒക്കെ ഉള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എവിടെ പോയാലും എപ്പോൾ ഇടയായിട്ട് കിട്ടുന്നൊരു സാധനമാണ് നമ്മുടെ കവായി സ്റ്റിക്കർ. അപ്പോൾ ഞാൻ ഒരിക്കലും വാങ്ങിക്കാണ്ടിരിക്കില്ല, കാരണം എനിക്ക് ഭ്രാന്താണ് കവായി സ്റ്റിക്കർ. അപ്പോൾ കുറേ ഉണ്ട്, പക്ഷെ അന്നേരം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ കിട്ടിയതിൽ ഈ ഒരു കവായി സ്റ്റിക്കർ മാത്രമേ ഉള്ളൂ ഗൈസ് നല്ലത്. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു കവായി സ്റ്റിക്കർ മാത്രമേ ഉള്ളൂ. ലൈറ്റ് അടിക്കുന്നത് കാണാൻ പറ്റണല്ലേ ഗൈസ്. പിന്നെ ബാക്കി തും സഹൂർ, ത്രലല്ലേറോ ത്രലല്ല, അങ്ങനത്തെ കുറേ സ്റ്റിക്കേഴ്സാണ്. പിന്നെ ക്യാപ്പിബറ ഓൾറെഡി നമ്മുടെ കയ്യിൽ 100 ഷീറ്റ് ഉണ്ട്, അതുകൊണ്ട് ഞാനത് വാങ്ങിയിട്ടില്ല ഇതിൻ്റെ സ്റ്റിക്കേഴ്സ്. ഓക്കെ, ഇനി നമുക്കിത് അൺബോക്സിങ് ചെയ്യാം. ഇത് ഞാൻ ഓൾറെഡി അൺബോക്സിങ് ചെയ്തൊരു വീഡിയോ ഇട്ടതായിരുന്നു, പക്ഷെ അത് ഞാൻ പെട്ടെന്ന് ഡിലീറ്റ് ആക്കി. എന്നിട്ട് ഞാൻ വിചാരിച്ചു നല്ല വീട്ടിൽ ചെന്നിട്ട് നല്ല ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്ഥലത്ത് നമുക്ക് എടുക്കാമെന്ന് വിചാരിച്ചു, അതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ അൺബോക്സിങ് ചെയ്ത് കാട്ടി തന്നതാണ്. ഓക്കെ, നമുക്കത് ഒന്നും കൂടി അൺബോക്സിങ് ചെയ്യാം. ഇത് ഞാൻ അൺബോക്സിങ് ചെയ്തിട്ടില്ല, വീഡിയോയിൽ മാത്രമേ അൺബോക്സിങ് ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ പ്രൈസ് 99 ബാത്താണ്. 99 ബാത്ത് എന്ന് പറയുമ്പോൾ 300 റുപ്പീസാണ് നമ്മുടെ തായ്ലാൻഡിലെ പ്രൈസ് കേട്ടോ. നമുക്കിതൊരു 150 പ്രൈസിന് നമുക്ക് 20 ഷീറ്റ് വെച്ച് കിട്ടും. അത് നല്ല ക്യൂട്ടായിട്ടുള്ളത്. ഇതൊരു കുറുമിയുടെ മാത്രമുള്ളതിന് പ്രൈസ് വന്നത് 300 റുപ്പീസാണ്. പക്ഷേ പറയാൻ പറ്റില്ല ഗൈസ്, തായ്ലാൻഡിൽ നല്ല സ്റ്റേഷനറിക്ക് നല്ല റേറ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് കേട്ടോ ഗൈസിൻ്റെ കവർ അയച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. കണ്ടോ, നമ്മൾ തുറന്ന് നോക്കുകയാണ്. ഇത് ഇങ്ങനത്തെ ടൈപ്പാണ് കേട്ടോ ഗൈസ്, പൊക്കണതല്ല. പക്ഷെ ഇത് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി ഗൈസ്. ഇത് ഇത്രേ ഉള്ളൂ ഗൈസ് സാധനം. അല്ലെങ്കിൽ നമ്മുടെ കവായി സ്റ്റിക്കർ എന്ന് പറഞ്ഞാൽ ഇത്രയെങ്കിലും ഉണ്ട്, പക്ഷെ ഇത് ഇത്രേ ഉള്ളൂ ഗൈസ്. പക്ഷെ കുഴപ്പമില്ല. എന്നിട്ട് ഇതേ നമുക്ക് ഇതിനകത്ത് മൈമെലഡിയും വരുന്നുണ്ട്, സിനാമൺ വരുന്നുണ്ട്, പിന്നെ ഒരു യെല്ലോ കളറ് ഒരു സാധനം വരുന്നുണ്ട് കേട്ടോ, കുറുമി മാത്രമല്ല. സോറി, ഇതൊക്കെ ഒരു ഷീറ്റായിട്ട് നമുക്ക് കൂട്ടാം മൊത്തത്തിൽ. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ഷീറ്റേ ഉള്ളൂ ഇങ്ങനത്തത്. അയ്യോ, ഞാൻ അത് കുറേ ഉണ്ടാവുന്ന വിചാരിച്ചു. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവരിങ്ങനെ കട്ട് ചെയ്യാൻ പറ്റില്ലേ, കണ്ട. ഞാൻ എന്നിട്ടത് കട്ട് ചെയ്ത് വെക്കാം. അങ്ങനെ 2 സെറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ കട്ട് ചെയ്ത്. ഇനി നമുക്കിത് ഫുള്ള് കട്ട് ചെയ്ത് ഇനി വെക്കണം. നമുക്കത് ഫുള്ള് കട്ട് ചെയ്ത് വെക്കാം ഗൈസ്. ഈ ഒരു സീറ്റ് ഞാൻ എന്തായാലും പൊട്ടിച്ച് പോയില്ല, അപ്പോൾ നമുക്കത് ഫുള്ള് കട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ട് വരാം. ഓക്കെ,
സോ ഗായ്സ്, നമ്മുടെ കവായി സ്റ്റിക്കർ ഞാൻ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഈ ഒരു കവായി സ്റ്റിക്കറിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. നല്ലൊരു കവായി സ്റ്റിക്കറാണ് കേട്ടോ. അത് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പൊളിഞ്ഞു പോകുന്ന ടൈപ്പാണ്. നല്ല രസമാണ് കേട്ടോ ഗൈസ്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. ഓക്കെ ഗൈസ്, ഇനി ഞങ്ങൾക്കിത് ഇവിടെ തന്നെ വെക്കാം. അടുത്ത ഞാൻ വാങ്ങിയതെന്ന് പറയുന്നത് ഞാൻ കാട്ടിത്തരാം ഗൈസ്. അത് ഈ ഒരു ഫയലാണ് കേട്ടോ. ഈ ഫയൽ മാത്രമേ കിട്ടുള്ളൂ. ഇത് ഞാനിവിടെ വന്നപ്പോൾ ഇതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഇത് A4 ഷീറ്റ് കൊള്ളുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം കണ്ടപ്പോൾ ചെറുതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്ക്. പക്ഷെ എന്നാലും ഇത് നല്ലൊരു കുറുമിയുടെ ആണ് കേട്ടോ വാങ്ങിയത് ഞാൻ. ഇത് ഞാൻ ലാസ്റ്റ് ഡേ വാങ്ങിയതാണ് കേട്ടോ ഗൈസ്. ഇത് ഞാൻ സെക്കൻഡ് ഡേ വാങ്ങിയത്, ഇത് സെക്കൻഡ് ലാസ്റ്റ് ഡേ വാങ്ങിയതുമാണ് കേട്ടോ. ഇത് അത് ഫുള്ള് മിക്കതും കുറുമിയുടെ സാധനങ്ങളായിരുന്നു കേട്ടോ ആ ഒരു ഷോപ്പിലുണ്ടായിരുന്നത്. പക്ഷേ ഫയല് പല ടൈപ്പ് ഉണ്ടായിരുന്നു, ബാക്കിയെല്ലാം കുറുമിയുടെ ആയിരുന്നു. പക്ഷെ ഞാനത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കാട്ടിത്തരാം. ഇതാട്ടെ, ഇതിനകത്ത് ഞാൻ എല്ലാ A4 ഷീറ്റ് ഇട്ടിട്ടുണ്ട് എൻ്റെ. ഇത് എനിക്ക് ആവശ്യമുള്ളതായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫയൽ വാങ്ങിയത്. ഇത് ഓപ്പൺ പറയുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്പൺ ആണ്, കണ്ട. ഇത് നല്ലൊരു സ്മൂത്ത് ആട്ടോ ഓപ്പൺ ചെയ്യാനായിട്ട്. മറ്റ് ഫയൽ പോലെ നമുക്ക് ടിക്ടാക്കല്ല, ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നതാണ്. പക്ഷേ സോ ഗുഡ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 50 ബാത്താണ്. ഇത് ഇന്ത്യൻ മണിയായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 150 റുപ്പീസാണ് ഈ ഒരു ഫയൽ വന്നിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ഫയൽ അതിനനുസരിച്ചുണ്ട്, ഞാൻ പറയും. ഇനി നമുക്ക് അടുത്തതെന്ന് പറയുന്നത്, ഇത് ഞാനും സെക്കൻഡ് ലാസ്റ്റ് ഡേ വാങ്ങിയതാണ് കേട്ടോ. ഈ ഒരു ഇത് ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ മാർബിൾ സ്റ്റോൺസ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, അത് സ്റ്റോൺസ് ആണ്, മാർബിൾ സ്റ്റോൺസ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റോൺസ് പല ഷേപ്പിൽ പല ഇതിലുമായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ നടുക്ക് ഇതിൻ്റെ തീം വന്നിട്ട് ഈ ഒരു ഡിയർ ആണ് കേട്ടോ. ഇതിൻ്റെ നടുക്കതേ ഈ ഒരു ഡിയറിൻ്റെ ഒരു കല്ല് വരുന്നുണ്ട്. അങ്ങനെ രണ്ട് ഇങ്ങനെ ചിലതിലൊക്കെ വരുന്നുണ്ട്. ശരിക്കും ഇത് 1 2 3 4 4 വരുന്നുണ്ട് കേട്ടോ ഗൈസ്. ഹാർട്ട് ഷേപ്പിലും ഓവൽ ഷേപ്പിലും സ്ക്വയർ ഷേപ്പിലൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ അതേ ഈ ഒരു മുത്തൊക്കെ എനിക്ക് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. കൃത്യം ഞാൻ ആ കടയിൽ കയറിയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ലാസ്റ്റ് ഡേ ആണ്, ഷോപ്പിംഗ് ലാസ്റ്റത്തെ ആയിരുന്നു. അപ്പോൾ ഈ ഒരു സാധനം കിട്ടായിരുന്നു. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 30 ബാത്താണ്, അല്ല 40 ബാത്താണ് ഗൈസ്. 40 ബാത്ത് എന്ന് പറയുമ്പോൾ 120 റുപ്പീസാണ് ഈ സ്റ്റോൺസിന് വന്നിരിക്കുന്നത്. സ്റ്റോൺസ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുമ്പോൾ നല്ല ഇതാണ് കേട്ടോ ഗൈസ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇതിന് നമുക്ക് അടുത്തതെന്ന് പറയുന്നത് എല്ലാ സെക്കൻഡ് ലാസ്റ്റ് ഡേ വാങ്ങിയത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് കണ്ട, ഞാൻ പറഞ്ഞില്ല കടയിൽ ഫുള്ള് കുറുമിയുടെ ടൈപ്പായിരുന്നു സാധനങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയത്. ഇത് ഞാൻ കണ്ടപ്പോൾ ഫസ്റ്റ് വിചാരിച്ചത് ഇവിടെ കവായി സ്റ്റിക്കർ കൊടുത്തേക്കുന്നതാണ്. പക്ഷെ ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കിയായിരുന്നു. ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതില്ലേ ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നത്, ഇങ്ങനെ ഓരോ പേജായിട്ട് ഫുള്ള് മാറ്റുന്നത്, അതാണ് കേട്ടോ ഗൈസ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഓരോ പേജ് ഓരോ ഈ ബുക്ക് മാർക്കൊക്കെ ഒക്കെ ഉള്ളത് അതേപോലെ തന്നെ. ഇതൊരു മിനി നോട്ട്ബുക്കാണ്. ഇത് നോർമൽ റോൾഡ് ആണ് കേട്ടോ. റോൾഡ് ഇതാണ്. പിന്നെ ഇത് ഈ കമ്പിയൊക്കെ വന്നിട്ടുള്ളത് പർപ്പിൾ തന്നെയാണ്. ഇറ്റ്സ് സോ ക്യൂട്ട് ഗൈസ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 50 ബാത്താണ്. നമ്മളിപ്പോൾ തായ്ലാൻഡിലെ പൈസ ഇപ്പോൾ ഞാൻ 40 ബാത്താണെന്ന് പറയാനാണെങ്കിൽ 40 × 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ റിയൽ മണി, നമ്മുടെ ഇന്ത്യൻ മണി മനസ്സിലാവും കേട്ടോ. 120 റുപ്പീസ്. അങ്ങനെയാണ് ഇത് ഓരോന്നിൽ നോക്കുന്നത്. അടുത്തത് ഞാൻ കാട്ടിത്തരാം. ഇനി അടുത്തത് നാളെ ഈ ഒരു പെന്നാണ്, കുറുമിയുടെ തന്നെ കേട്ടോ. ഇത് ഇങ്ങനെയല്ല ഗൈസ്, ഇത് ഇങ്ങനെയാണ് കണ്ട. ഇത് ശരിക്കും ബ്ലൂ പെന്നാണ് കേട്ടോ ഗൈസ്. ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല, അത് ബ്ലൂ ആണ് ഇവിടെ കാണാം, അതുകൊണ്ട് ഞാനത് ഓപ്പൺ ചെയ്തിട്ടില്ല. ഇത് നോർമൽ നല്ലൊരു ഭംഗിയുള്ളൊരു പേനയാണ് കേട്ടോ ഗൈസ്. നമുക്ക് അടുത്തത് നോക്കാം. അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു സാധനം ഞാൻ വാങ്ങിയിട്ടായിരുന്നു സെക്കൻഡ് ലാസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ. ഇതാണ് ഗൈസ്, ഇതും കുറുമി തന്നെയാണ്. ഇതിങ്ങനെ റബ്ബറാണ് ഗൈസ്. ഇങ്ങനെ വലിക്കുക, എന്നിട്ട് ഇങ്ങനെ റബ്ബറിൻ്റെ ആവശ്യമില്ല, ബട്ട് എന്നാലും ഞാൻ വാങ്ങിയിട്ടുണ്ട്. നല്ല ക്യൂട്ടല്ലേ ഗൈസ്. കണ്ട റബ്ബറാന്ന് പറയുമോ? ഗൈസ് സോറി, ഞാനിത് കയറ്റിയിട്ട് വരാട്ടോ ഇതിനകത്തേക്ക്. ഇത് കയറിയിട്ടുണ്ട്. ഞാൻ ഒരു നിമിഷത്തേക്ക് പേടിച്ചു പോയി.
ഞാൻ അടുത്തത് സെക്കൻഡ് ഡേ വാങ്ങിയതാണ്. ഇതാണ് കേട്ടോ. ഇത് പർപ്പിളാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അയ്യോ സോറി ഗൈസ്, ഇതിൻ്റെ പ്രൈസ് പറഞ്ഞില്ല. പട്ടിക്കുട്ടിയാണ് ഗൈസ്, വാലടച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 30 റുപ്പീസാണ്, 90 റുപ്പീസ് ഇന്ത്യൻ മണി. ഓക്കെ, നമുക്ക് ഇത് പൊട്ടിക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഞാൻ പറയാം. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഇതിന് തീയതിയുണ്ട് ഗൈസ്. 70 റുപ്പീസാണ്. 210 എന്ന് വെച്ചാൽ 210 രൂപ. അതെ 210 രൂപ. ഇപ്പോൾ ഇതൊരു പാക്കേജ് വരുന്നുണ്ട്, അത് മാറ്റാം. ഇത് ശരിക്കും ഒരു ഹോൾഡറാണ് വരുന്നത്. ഇത് നമുക്കൊരു നമ്മളിപ്പോൾ സെലോ ടേപ്പൊക്കെ ഒട്ടിക്കായിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ ഹോൾഡർ വെക്കില്ല, അതേപോലെ തന്നെ സ്റ്റിക്കർ ഹോൾഡറാണ് വരുന്നത്. പക്ഷെ ഇത് സെറ്റാക്കി നോക്കി, പക്ഷെ അത് വരുന്നില്ല മര്യാദക്ക്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് തുറന്നു നോക്കിയപ്പോഴാണ് ഗൈസ് ഞാൻ മനസ്സിലാക്കിയത് ഇത് വരുന്ന കുറേ സ്റ്റിക്കേഴ്സ് തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. ഇതിനകത്ത് ആകെ 15 സ്റ്റിക്കേഴ്സ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം റിപ്പീറ്റഡ് ആണ് ഗൈസ്. ഇപ്പോൾ ഇത് വന്നില്ലേ, ഈ ഒരു സാധനം വന്നില്ലേ, അത് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരും. കണ്ടാ ഇങ്ങനെ കുറേ റിപ്പീറ്റഡ് ആണ്. ഞാൻ ആദ്യം വിചാരിച്ചു അഫോർഡബിൾ എന്ന് വിചാരിച്ചു, റിപ്പീറ്റഡ് തന്നെയാണ് ഗൈസ്. പക്ഷേ നോർമൽ സ്റ്റിക്കർ ആട്ടോ, നമുക്ക് സ്റ്റിക്കർ ബുക്ക് വാങ്ങിക്കാൻ കിട്ടില്ല, ഡൈക്കൺസ് മാത്രമൊക്കെ അങ്ങനത്തെ ടൈപ്പ് സ്റ്റിക്കേഴ്സാണ് ആമസോണിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ ബുക്കായിട്ടാണ് കിട്ടുന്നത്, ഇങ്ങനത്തെ റോളായിട്ടല്ല കിട്ടുന്നത്. സോ എനിക്ക് ആവശ്യമുള്ള സമയം യൂസ് ചെയ്യുള്ളൂ ഗൈസ്. പർപ്പിൾ ഞാൻ എടുത്തത്, ബ്ലൂ ഉണ്ടായിരുന്നു, പിങ്ക് ഉണ്ടായില്ല, അപ്പം ഞാനിത് തന്നെ എടുത്തു പർപ്പിൾ. ബ്ലൂ അങ്ങനെ ഞാൻ ജേണൽ ചെയ്യുന്നത് കുറവാണ്, പക്ഷെ എന്നാൽ പർപ്പിളാണ് നമ്മുടെ വീക്ക്നെസ് എന്ന് പറയുന്നത്, അതുകൊണ്ട് തന്നെ പർപ്പിളാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് കളർ ചെയ്തു. ഞാനിതെല്ലാം ഒന്നും യൂസ് ചെയ്തിട്ടില്ല, അതിന് ചെയ്യണമെന്നുണ്ട്. പക്ഷേ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ബുക്ക് വീട്ടിൽ ചെന്നാൽ മതി, വേഗം വീട്ടിൽ ചെന്നാൽ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഒന്നും ചെയ്യാറുള്ളതാണ്, എന്താണെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ മടിയിലാണ് ഇതൊക്കെ വച്ചേക്കുന്നത്. അത് പോയി ഗൈസ്, ഞാനൊന്ന് എടുത്തിട്ട് വരാം. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് അടുത്ത സാധനം വേണം. ഇനിയെന്ന് പറയുന്നത് ഇതാണ് ഗൈസ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വേസ്റ്റ് സാധനമാണ്. പക്ഷെ ഇതിൻ്റെ പ്രൈസ് എന്താ ഇത്രയും വന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതൊരൊറ്റ ഷീറ്റുള്ളത് ഡ്രസ്സിങ് ആണ്. പക്ഷെ ഇത് നമ്മുടെ ഇവിടുത്തെ മണി അനുസരിച്ച് വരുമ്പോൾ അവിടെ പൈസ കൂടുതലായിരിക്കും, അതുകൊണ്ടായിരിക്കും. ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് അറിയാം. ഇതൊരൊറ്റ ഷീറ്റിന് 30 ബാത്ത്. 30 ബാത്ത് എന്ന് പറയുമ്പോൾ 100 റുപ്പീസ്, 90 റുപ്പീസ്, 90. കുഴപ്പമില്ല. അവിടെ സ്റ്റിക്കേഴ്സ് ആദ്യമായിട്ട് വാങ്ങിയോണ്ട് തന്നെ സ്റ്റിക്കേഴ്സ് വേണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അത് വാങ്ങിയത്. അല്ലെങ്കിൽ ഇത് വാങ്ങൂലായിരുന്നു ഗൈസ്. കണ്ടോ, ബാക്കിയെല്ലാം ബോയ്സിൻ്റെ ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വാങ്ങാത്തത്. അടുത്തത് ഈ ഒരു സ്റ്റിക്കർ ബുക്ക് തന്നെയാണ്. ഇതിൻ്റെ പ്രൈസ് 130 എന്ന് പറയുമ്പോൾ 130 പ്ലസ് 130 പ്ലസ് 130 വരുന്നത് 329 അല്ല 320 ആണ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഞാൻ എപ്പോൾ ഇങ്ങനെ കൂട്ടുന്നതുകൊണ്ട് ശരിയാവുമെന്ന് അറിയില്ല, കാരണം ഞാൻ സംസാരിച്ചിട്ടാണ് നിങ്ങളോട് കൂട്ടുന്നത്. ചില സമയം എനിക്ക് സംസാരിച്ചു ഞാൻ എന്താ പറയുന്ന പോലെ എനിക്ക് മനസ്സിലാവില്ല. അപ്പോൾ 320 ആണെന്നാണ് തോന്നുന്നത്. 320 നിങ്ങൾ കൂട്ടി നോക്കട്ടോ ഗൈസ്. 320 ആണ് കേട്ടോ ഗൈസ് പ്രൈസ്. നമുക്കത് തുറന്ന് നോക്കാം. ഈ ബുക്കും നല്ലത് തന്നെയാണ് കേട്ടോ. കുറേ പേജ് ഉണ്ട് ഗൈസ്. പക്ഷെ ഇതൊരു പേജിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാട്ടിത്തരാം. ഇതിപ്പോൾ ഇത്രയുണ്ട്, അതൊക്കെ. പക്ഷേ ഇതും കുഴപ്പമില്ല, പേജ് വരുന്നുണ്ട്. ഇതൊക്കെ ഞാൻ എപ്പോഴാണ് കാണുന്നതില്ല. സോറി, ട്രൈപോഡ് നീങ്ങിപ്പോയി ഗൈസ്. ഞാൻ ട്രൈപോഡിലെ ലൈറ്റ് വെക്കാം ഗൈസ്.
വച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഫോൺ ഷെയ്ക്കാവുന്ന ട്രൈപോഡ്. ഓക്കെ, എല്ലാ പേജും വരുന്നുണ്ട്. ഞാൻ ഓരോരോ പേജായിട്ട് കാണിത്തരാം. ഈ പേജൊക്കെ ഞാൻ കണ്ടില്ല ഗൈസ്. ഞാൻ ഇടപേജ് എടുത്തത്. അതിനകത്ത് ഇടപേജിൽ ചെറുതുണ്ടായുള്ളൂ. 4 സ്റ്റിക്കേഴ്സ് ഉണ്ടായുള്ളൂ. 4 or 6 കണ്ട് ഉണ്ടായുള്ളൂ. അതാണ് ഗൈസ് ഞാൻ നിങ്ങൾ പറഞ്ഞത്. നല്ല ഗൈസ്, ഇതൊക്കെ എവിടെ? ഞാൻ കണ്ടേ ഇല്ല. കഴിഞ്ഞ ഗൈസ് ഈ പേജല്ലല്ലോ ഞാൻ വേറെ ഒരെണ്ണം കണ്ടിരുന്നത്. അമ്മേ, അത് കാണാനില്ല. ഞാൻ വേറെ ഏതാണ് അടുത്ത് കണ്ടത്, എനിക്കറിയില്ല കേട്ടോ. പക്ഷെ ഇത് ശരിക്കും ഗൈസ് വർത്താണ് ഈ സാധനം. നല്ല സ്റ്റിക്കേഴ്സാണ്. ഇത് കാവായ സ്റ്റിക്കർ പോലെ അല്ല. ഇത് കണ്ടാൻ പറ്റിയ ബാക്ക്ഗ്രൗണ്ടിൽ ഇവിടെ പപ്പി കിടക്കുന്നുണ്ട്. കവറിങ് നല്ല ബ്യൂട്ടിഫുൾ ആണ്. ആദ്യം ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചു വായിക്കണമല്ലോ ഇതായിരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ച് വാട്ട് ഈസ് ദിസ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സ്റ്റിക്കർ ബുക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത് വാങ്ങി. പിന്നെ അടുത്തത് ഇത് 3ാമത്തെ ദിവസം വാങ്ങിയതാണ്. ചേട്ടന് സ്പീക്കർ വാങ്ങിക്കാൻ കയറിയപ്പോൾ ഞാൻ വാങ്ങിയതാണ്. 7-Eleven കയറിയത്. ഒരു സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ കഴിച്ചത്. ഞാനിങ്ങനെ ഇടയ്ക്ക് കുറേ 7-Eleven ഉണ്ട്. തായ്ലാൻഡിലും ബാങ്കോക്കിലൊക്കെ കുറേ 7-Eleven ഉണ്ട് ഗൈസ്. പിന്നെ സ്ട്രീറ്റിലായിട്ട് കുറേ ഉണ്ട് ഗൈസ്. ഓക്കെ, ഇതിൻ്റെ പ്രൈസ് 50 റുപ്പീസാണ്. 50 എന്ന് പറയുമ്പോൾ 45 റുപ്പീസ്. ഇത് നോർമൽ റോൾഡ് ആണ് കേട്ടോ ഗൈസ്. നോർമൽ ടൈപ്പ്. ഇതും പെട്ടെന്ന് കീറിപ്പോണ ടൈപ്പൊക്കെയാണ്. പക്ഷെ ഇതെന്തോ ചേട്ടൻ വാങ്ങിയപ്പോൾ ചുമ്മാ വാങ്ങിയതാണ് ബുക്കായിട്ട്. 2 ബുക്കുണ്ട് ഗൈസ്. ഇതിൻ്റെ അടുത്തതാണെന്ന് പറയുന്നത്. അടുത്തത് ഞാൻ പാടിത്തരാം ഗൈസ്. ഈ ഒരു വാഷി ടേപ്പാണ്. ഇത് മാസ്കിംഗ് ടൈപ്പ് ഒരു വാഷി ടേപ്പാണ്. പക്ഷേ ഇതിനകത്ത് മേളിൽ നമ്മൾ ഈ ASMR വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, ജേർണൽസിൽ. ഇത് പൊട്ടിക്കുമ്പോൾ ആ ഒരു സ്ട്രക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മേളിലൊരു വേറെ സ്റ്റിക്കർ, പുറകിലൊരു സ്റ്റിക്കർ, അതൊക്കെ ഉണ്ടായിരുന്നു. അതെ, ഇതിനകത്ത് ഓർമ്മ പൊട്ടിക്കും ഇങ്ങനെയൊക്കെ വരുമല്ലോ. പിന്നെ പുറകിൽ എൻ്റെ തീമൊക്കെ വരുമല്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈം ഒരു അൺബോക്സിങ് എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ലൈറ്റ് ഉണ്ടായില്ല. പക്ഷെ എന്നാലും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ ഇടാന്ന് വെച്ച്. പിന്നെ അത് ഞാൻ ഇടണ്ടെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്. അടി വാങ്ങിക്കൂട്ടോ നീ. തുറക്കാം. ഇത് ഇങ്ങനത്തെ ടൈപ്പാണ് വരുന്നത്. ഇത് റിപ്പീറ്റഡ് ഒന്നും ഇല്ല കേട്ടോ ഗൈസ്. തോന്നുന്നത് ഇറ്റ്സ് ലൈക്ക് മാസ്കിംഗ് ടേപ്പ്. അതിൽ 60 വാഷി ടേപ്പ് ഉണ്ട്, 60 വാഷി ടേപ്പ്. പക്ഷെ ഇങ്ങനത്തെ ടൈപ്പ് അല്ല ഗൈസ്. അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത്. ഇത് ഞാൻ എല്ലാം വാങ്ങിക്കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴാണ് ഞാൻ ചോട് ഒന്നും കൂടി വാങ്ങിത്തരുമെന്ന് ചോദിച്ചപ്പോൾ കുറേ വാങ്ങിയിട്ടുണ്ടായിരുന്നു വാഷി ടേപ്പ്. അപ്പോൾ ഇതിൻ്റെ യൂസ് വന്നിട്ട് നമുക്ക് ഇങ്ങനെ പൊളിക്കാൻ പറ്റില്ല. ഇത് നമ്മൾ കട്ടറില്ലേ, അതുകൊണ്ട് ഇങ്ങനെ വരഞ്ഞെടുക്കണം. ഇതേപോലെ ഇങ്ങനെ. ഇതിൻ്റെ പുറകിൽ മാസ്കിൻ ടേപ്പ് അല്ല ഗൈസ്. ഇത് ഞാൻ ഒട്ടിച്ച് നോക്കിയായിരുന്നു. ഇത് സ്റ്റിക്കർ പേപ്പറാണ് പുറകിൽ വന്നിട്ട്. സ്റ്റിക്കർ പേപ്പറാണ് ഗൈസ്. ഓക്കെ, ഈ ഒരു സാധനം ഉണ്ട് കേട്ടോ. ലാസ്റ്റ് അവർ തന്നെയാണ് കേട്ടോ അത്. ഓക്കെ, അതാണ് ഈ ഒരു വാഷി ടേപ്പിലുള്ളത്. സെക്കൻഡ് വന്നിട്ട് ഈ ഒരു ഇതാണ് കേട്ടോ ഗൈസ്. ഇതും നല്ലൊരു സാധനമാണ്. ഒരു സലോ ടേപ്പ് അവർ തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ഇവിടുത്തെ സ്റ്റിക്കറൊക്കെ ജസ്റ്റ് ഇങ്ങനെ പൊളിക്കാൻ പറ്റുന്നില്ല ഗൈസ്. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ പൊളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ഒരു സൈഡാണ് കേട്ടോ ഞാൻ എടുത്ത് നോക്കിയത്. അത് വർക്കിംഗ് ആണ് കേട്ടോ ഗൈസ്. കട്ടർ ഉള്ളവർക്ക് ഇത് വർക്കിംഗ് ആണ്, അല്ലാത്തവർക്ക് ഇത് വർക്കിംഗ് ആണെന്ന് ഞാൻ പറയും. രണ്ടും ഉള്ളവർക്ക് വർക്കിംഗ് ആണ് ഗൈസ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും.
പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു പർപ്പിൾ മീൻസ് ഒരു ബ്ലൂ തീമാണ് എടുത്തത്. ബ്ലൂ തീമാണ്. അപ്പം എനിക്കിത് എടുക്കണം. അപ്പോൾ ഇത് ഫുള്ള് വെട്ടേണ്ടി വരൂലേ? എന്നാലേക്ക് അത്രയും കൊണ്ട് ഇത് വെട്ടാൻ പറ്റുള്ളൂ. അതാണ് ഗൈസ് ഞാൻ പറഞ്ഞത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. കട്ടറാണ് കൂടുതൽ യൂസ്ഫുൾ. മിക്കവരുടെയും ഇപ്പോൾ കട്ടറുണ്ട്, അതുകൊണ്ട് സീനൊന്നുമില്ല ഗൈസ്. ഇത് നമുക്ക് ഇതേപോലെ പൊളിച്ചെടുക്കാൻ പറ്റും. കവായ സ്റ്റിക്കറാണ്, ജാണോ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കിത് ഇവർ തന്ന ആ ഒരു സാധനം കൊണ്ട് സെക്യൂർ ചെയ്ത് വെക്കാം. ഓക്കെ, ഈ വാഷ് ടേപ്പ് ഇത്രേ ഉള്ളൂ കാണാനായിട്ട്. ഇത് ഇത്തിരി വലിയ ടൈപ്പ് സ്റ്റിക്കേഴ്സാണ്. അടുത്തത് ഇത് നല്ലൊരു സാധനമാണ്. നല്ലൊരു സാധനം വെച്ച് കഴിഞ്ഞാൽ സോ ബ്യൂട്ടിഫുൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതേവിടെ ഒരു സ്റ്റിക്കർ തന്നിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ പൊളിച്ചെടുക്കാം. അയ്യോ, ഇത് ഞാൻ ജിത്തു ചേട്ടന് കൊടുത്തു. ഗൈസ് ഇത് ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ടായില്ല കേട്ടോ ഗൈസ്. എന്താണ് ഗൈസ്, കവായി സ്റ്റിക്കറിനേക്കാളും കൂടുതലുണ്ടല്ലോ. അത് തീരാറായി തോന്നട്ടോ ഗൈസ്. അല്ല ഗൈസ്, ഒരൊറ്റ ഷീറ്റും കൂടി ഉണ്ട്. അമ്മേ, ഒരൊറ്റ ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ റോൾ ചെയ്തേക്കാണ്. ഒരു സ്ട്രിപ്പ്, സെക്കൻഡ് സ്ട്രിപ്പ്, തേർഡ് സ്ട്രിപ്പ്, ഫോർത്ത് സ്ട്രിപ്പ്, സിക്സ്ത്, ഇത്രയുണ്ട് ഗൈസ്. അയ്യോ, എനിക്ക് റോൾ ചെയ്യണം. റോൾ ചെയ്യട്ടെ. ഇതേ ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റും. ഇത് നല്ല ടൈപ്പ് ഒരു സ്റ്റിക്കറാണ് കേട്ടോ. ഇതേ പറിച്ചെടുക്കുമ്പോൾ നല്ല ഭംഗി, മറ്റേ ഒരു സോഫ്റ്റ് സ്റ്റിക്കറാണ്. അതെ, നോർമൽ സ്റ്റിക്കർ പോലെയല്ല കേട്ടോ ഗൈസ്. ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റും. ഞാൻ ഒട്ടിച്ച് നോക്കട്ടെ. ഇപ്പം ഞാൻ ഇവിടെ ഒട്ടിക്കുന്നില്ലല്ലോ, തിരിച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, റോൾ ചെയ്ത് ഇത്രയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ റിപ്പീറ്റഡ് എന്ന് ഉദ്ദേശിച്ചത് ഗൈസ്, ഷേപ്പൊക്കെ റിപ്പീറ്റഡ് ആണ്, പക്ഷേ ഇതിൻ്റെ ഉള്ളിലുള്ള ഡിസൈനും പാറ്റേണൊക്കെ വേറെയാണ് കേട്ടോ ഗൈസ്. ഷേപ്പ് മീൻസ് പാറ്റേൺ, ഷേപ്പ് അങ്ങനെയൊക്കെ പറയും. ഇതെന്താണെന്നറിയോ, ഇത് വീഡിയോ ഓണാക്കണതും ഓഫാക്കണതും സ്ഥലമാണ്. ഇറ്റ് മീൻസ് ഇത് മൈക്കും ചെറുതായിട്ടാക്കാൻ പറ്റും. മൈക്ക് മീൻസ് സംസാരിക്കുമ്പോൾ അങ്ങനെ ആവില്ല, പക്ഷെ ഞാനിങ്ങനെ പിടിക്കും, അതെനിക്കിഷ്ടമാണ്. അതുകൊണ്ടാണ് ഗൈസ്. ഈ ഒരു സാധനം ഇപ്പോൾ ഞാൻ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഓഫ് ആവും. ട്രൈപോഡിലാണ് വീഡിയോ എടുക്കുന്നത് ഞാൻ പറഞ്ഞു, അതുകൊണ്ട് തന്നെ ലൈറ്റും ഉണ്ട് ഗൈസ്. അതിനത് എൻ്റെ അമ്മയുടെക്കാളും ഹൈറ്റ് ഉണ്ട് ഗൈസ് ഈ ട്രൈപോഡിന്. കാരണം ഇത് ചെറുത് വെക്കാൻ വലുത് വെക്കാം, അത്ര അഡ്ജസ്റ്റബിൾ ആണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഗൈസ്. ഇത് ഈ ഒരു വശത്ത് എന്നാൽ അടുത്താണ്. ഇതെന്തേലും ഇതേപോലെ ഒരു ഇതിനകത്താണ് സെക്യൂർ ചെയ്തേക്കുന്നത്. ഇത് ഇങ്ങനെ നേരത്തെ കണ്ട അത്രയും തിരിഞ്ഞു പോയി ഗൈസ്. അത്രയും നീളമുണ്ട് ഗൈസ് ഇതിന്. ഇത് ഒരു ഇങ്ങനത്തെ തീമിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇതും മറ്റേ സ്റ്റാമ്പ്സ് പോലെയാണ്, പക്ഷേ ഇതിൻ്റെ തീം വേറെയാണ് ഗൈസ്. സോ ഗുഡ്. കാർബോർഡൊക്കെ കടിച്ചിട്ടാണ്, കരയൊക്കെ കടിക്കുമോ. പിന്നെ ഇത്, പിന്നെ വന്നിട്ട് ലാസ്റ്റ് ഐറ്റമാണ് ഈ ഒരു പെൻ. ഈ ഒരു പെൻ എന്ന് പറയുമ്പോൾ നല്ലൊരു പിങ്ക് എസ്തെറ്റിക് ടൈപ്പ് ഒരു പേനയാണ് ഇത്. ഇങ്ങനെ ടൈപ്പുള്ളത്, അതായത് ബ്ലാക്ക് ആണ് ഗൈസ്. കാണിച്ചു തെളിയില്ലല്ലോ. ഈ ഒരു ബുക്കിൽ ജസ്റ്റ് നമുക്ക് എഴുതി നോക്കട്ടെ ഗൈസ്. ഞാൻ എഴുതി നോക്കട്ടെ. കയ്യിൽ എഴുതുമ്പോഴാണ് ഗൈസ് മര്യാദയ്ക്കിരിക്കാത്തത്. പിന്നത്തെ എഴുതുമ്പോൾ നല്ലതാണ്. ഇതിൻ്റെ പ്രൈസ് 30 റുപ്പീസാണ്.
30 എന്ന് പറയുമ്പോൾ 90 റുപ്പീസ് ഈ ഒരു പേനയ്ക്ക്. പിന്നെ ലിയ ഇതിന് 40 ബാത്താണ്. 40 ബാത്ത് എന്ന് പറയുമ്പോൾ 120 ബാത്ത്, 120 റുപ്പീസ്. ഇതിന് 40 ബാത്താണ്, 120 റുപ്പീസ്. ഇതിന് 30 ബാത്താണ്, 90 റുപ്പീസ്. ഇതിന് 30 റുപ്പീസാണ്, 90 റുപ്പീസാണ്. ബാക്കിയുള്ളതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞേക്കണം. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം കാണിച്ചു തരാം. കഴിഞ്ഞു ഗൈസ്, നമുക്ക് കാട്ടി തരാം ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന സാധനങ്ങളൊക്കെ.